മനുഷ്യ മനസ്സിന്റെ തീരാ നോവായ മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തം അനുഭവിച്ച് മരണപ്പെട്ടവരിൽ മൃതശരീരം ലഭിച്ചവരുടെ ഏതാണ്ട് 500ഓളം പേര് മരണമടഞ്ഞു എന്നാണ് നമുക്ക് കണക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ മൃതദേഹം ലഭിച്ച ആളുകൾ വെച്ച് കഴിഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മൃതദേഹം ലഭിച്ചവരെ അടക്കം ചെയ്തിരിക്കുന്ന ഹൃദയഭൂമിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനും ഇതെല്ലാം കാണാനും ഇവരോടൊക്കെ നമുക്ക് മാനസികമായി ഇവരോടൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇതിൽ അവശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്ഥലവും വീടും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൈമാറ്റം പകുതി ആളുകളെ വീടും സ്ഥലമൊക്കെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ എല്ലാവിധ സപ്പോർട്ടും ആളുകൾക്ക് വേണ്ടി ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇവിടെ അടക്കിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സൗകര്യം, അതിനുവേണ്ടിയുള്ള എല്ലാം അടങ്ങുന്ന ഒരു സ്ഥാപനങ്ങളോട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വരാനും ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും ഇവരെ ഇരിക്കാനും എല്ലാവിധ സർവ്വമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് സർക്കാർ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചുരൽമലയിലെ ദുരന്ത ഭൂമിയിൽ മൃതദേഹം ലഭിച്ചവരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൃദയഭൂമിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത, അതിൻ്റെ അവശേഷിക്കുന്ന ഓർമ്മയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ സന്ദർശനത്തിന് വന്നപ്പോൾ ഹൃദയം വല്ലാതെ വേദനിപ്പിച്ച ഒരു ഫോട്ടോയാണ് ഇത്. അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ മൃതശരീരം അടക്കം ചെയ്തൊരു സ്ഥലമാണ്. അത് 3 സഹോദരങ്ങളാണ്, നിവേദ്, ധ്യാന്, ഇഷാന് എന്നീ 3 സഹോദരങ്ങളുടെ മൃതശരീരം അടക്കം ചെയ്ത സ്ഥലമാണ്. ഇത് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ വരുന്ന സന്ദർശകർ വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളാണിത്. അപ്പോൾ ഇതിൽ അവശേഷിക്കുന്നവർക്ക് നമ്മുടെ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടെ കെട്ടിടവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ എത്തുമ്പോൾ, ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഹൃദയവേദനയോടെ അല്ലാതെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ വരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ വരാൻ കഴിഞ്ഞു. ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ അന്ത്യവിശ്രമങ്ങൾ കൊള്ളുന്നവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജി ലൈവിന് വേണ്ടി സക്കറിയ.